കഥയെ ആരംഭിക്കുന്നത് സെലിബ്രിറ്റി കപ്പിൾസായ സോഫിയെയും ആദത്തിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവർ ഒന്നിച്ചുള്ള കഴിഞ്ഞ സിനിമ ഇറങ്ങിയതിൽ പിന്നെ അവരുടെ ഫെയിം നല്ല രീതിയിൽ വർദ്ധിച്ചിരുന്നു. ഓൺ സ്ക്രീനിലും മറ്റുമായി മികച്ച കെമിസ്ട്രിയുള്ള അവരെ കാണികൾ ഏറെ ആവേശത്തോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. കാണികളെ സംബന്ധിച്ചിടത്തോളം അവർ പെർഫെക്റ്റ് ആയ അടിപൊളി കപ്പിൾസ് ആയിരുന്നു. അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയിലാണെങ്കിൽ അവരൊക്കെ മതിമറന്നു പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അവരുടെ ഈ ഗ്ലാമറസ് ജീവിതത്തിന് പിന്നിൽ ചില തകർച്ചകൾ വന്നുഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു ദിവസം അവരിരുവരും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു സംഭവം നടന്നു. സോഫി ആദത്തിന്റെ കാരവാനിലേക്ക് കയറി ചെന്നപ്പോ കണ്ടത് ആദം അവിടുത്തെ ഒരു വർക്കറും ഒന്നിച്ച് അവളെ ചീറ്റ് ചെയ്യുന്നതായിരുന്നു. ആ കാഴ്ച നേരിട്ട് കണ്ട സോഫി ആകെ തകർന്നുപോയി. ഞെട്ടലിൽ അവൾ ഛർദ്ദിക്കാൻ പോലും ആരംഭിച്ചിരുന്നു. വിവരം വൈകാതെ അവരുടെ മാനേജറുടെ അടുത്തേക്കും എത്തി. മാനേജർ സോഫിയോട് പറഞ്ഞു, ഈ വിവരം പുറത്തുവിടരുത്. പുറത്തേക്ക് പോയാൽ വലിയ പ്രശ്നമാകും. നിങ്ങളുടെ പബ്ലിക് ഇമേജിനെയും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ വിജയത്തെ അടക്കം അത് ബാധിക്കും. അത് നിങ്ങളുടെ കരിയറിനെ വലിയ തോതിൽ താഴേക്ക് വലിക്കും. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഐഡിയൽ കപ്പിൾസ് ആണ് എന്ന ഇമേജാണുള്ളത്. തൽക്കാലത്തേക്ക് ഫേക്ക് ആയിട്ടാണെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകണം. കഥ അവിടെ നിന്നും മെക്സിക്കോയിലെ മനോഹരമായ ഒരു ഐലൻഡ് നഗരത്തിലേക്ക് നീങ്ങുന്നു. അലഹാൻഡ്രോ എന്ന് പേരുള്ള വളരെ ചാമിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ജൂനിയർ മാനേജറെ നമ്മൾ പരിചയപ്പെടുകയാണ്. അന്ന് അലഹാൻഡ്രോ ആ ദ്വീപിലെത്തിയ ഒരു ടൂറിസ്റ്റുമായി അടുപ്പത്തിലായി അവളൊന്നിച്ച് സമയം ചെലവഴിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന അലഹാൻഡ്രോയെ അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായി സോഫിയും ആദമും അവരുടെ ടീമും അലഹാൻഡ്രോയുടെ ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. ഇതേസമയം മറുവശത്ത് അന്ന് ഹോട്ടലിൽ എത്തിച്ചേർന്നിരുന്ന അലഹാൻഡ്രോയ്ക്ക് അവന്റെ ബോസായി പുതിയ ടാസ്ക് കൊടുക്കുകയായിരുന്നു. ഹോട്ടലിലേക്ക് കുറച്ച് ഫേമസ് ആക്ടേഴ്സ് എത്തുന്നുണ്ടെന്നും അവരുടെ നീഡ്സ് ഒക്കെ അവൻ നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യണം എന്നുമായിരുന്നു ഈവ് പറഞ്ഞത്. അത് സാധാരണ രീതിയിൽ അലഹാൻഡ്രോയുടെ ഡ്യൂട്ടീസിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അവൻ കുറച്ച് മടി കാണിച്ചു. പക്ഷേ അലഹാൻഡ്രോ ആ ജോലി ചെയ്തില്ലെങ്കിൽ അലഹാൻഡ്രോയുടെ പ്രമോഷൻ താൻ ഹോൾഡ് ചെയ്യും എന്നീവ് പറഞ്ഞതോടെ മറ്റു വഴികളില്ലാതെ അത് പ്രവർത്തിക്കാൻ അലഹാൻഡ്രോ തയ്യാറാവുകയാണ്. അങ്ങനെ സോഫിക്കായി നിർണയിച്ച റൂമിലേക്കായിരുന്നു അലഹാൻഡ്ര ആദ്യം എത്തിച്ചേർന്നത്. അവിടെ എല്ലാം ഉണ്ടോ എന്നവൻ ഉറപ്പുവരുത്തി. നോക്കുമ്പോ ബാത്റൂമിൽ ബാത്ത് ടവൽസ് ഇല്ല. ഉടനടി അതെടുക്കാൻ അവൻ പുറത്തേക്കൂടി. ഈ സമയമായിരുന്നു സോഫിയും അസിസ്റ്റന്റ് റേച്ചലും ആ റൂമിലേക്ക് എത്തിച്ചേരുന്നത്. ഹോട്ടലിന്റെ ആംബിയൻസും മറ്റും ആസ്വദിച്ച് അവർ ബാൽക്കണിയിൽ നിന്നും ഒരു സെൽഫി പോലും എടുത്തു. പിന്നാലെ റേച്ചൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോഫിയാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാൻ നേരെ ബാത്റൂമിലേക്ക് കയറി. പിന്നാലെയായിരുന്നു അലഹാൻഡ്രോ ബാത്ത് ടവൽസുമായി വന്നത്. ആ മുറിയിൽ സോഫിയും റേച്ചലും വന്ന കാര്യം അലഹാൻഡ്രോയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. നേരെ വാതിൽ തുറന്ന് ബാത്റൂമിന്റെ ഡോറും തുറന്ന് അവൻ അകത്തേക്ക് ചെന്നു. സോഫി അലഹാൻഡ്രോയെ കണ്ട് ഭയപ്പെട്ടിരുന്നു. അവൾ ബാത്റൂം വാതിലിൽ മറഞ്ഞു നിന്നു. പിന്നാലെ അലഹാൻഡ്രോ തന്നെ പിന്തുടർന്നു വരുന്ന ഏതോ മഞ്ഞപ്പത്രക്കാരനാണെന്നും മറ്റും പറഞ്ഞ് വലിയ തോതിൽ ഒച്ചയെടുക്കാനും മറ്റും ആരംഭിച്ചു. ഈ സമയം ഞെട്ടലിൽ താഴെ വീണുപോയിരുന്ന അലഹാൻഡ്രോ എഴുന്നേറ്റ് സോഫിയോട് കുറെ ക്ഷമാപണം നടത്തി. നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. താനാ ഹോട്ടലിലെ എംപ്ലോയി ആണെന്നും ബാത്ത് ടവൽസ് വെക്കാൻ വന്നതാണ് എന്നും പറഞ്ഞു. ടവൽസ് അടക്കം അലഹാൻഡ്രോ കൊണ്ടുവന്നിരുന്നത് കണ്ടതുകൊണ്ട് സോഫിക്ക് കാര്യം മനസ്സിലാവുകയാണ്. പിന്നാലെ അലഹാൻഡ്രോയിൽ നിന്ന് സോഫി ആ ടവൽസ് ഏറ്റുവാങ്ങി. വീണ്ടും ക്ഷമ ചോദിച്ച് അലഹാൻഡ്രോ അവിടെ നിന്ന് മാറി. കുറച്ചു കഴിഞ്ഞ് റേച്ചൽ മുറിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അലഹാൻഡ്രോ വീണ്ടും വന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി, താൻ ഇവിടെ ഉണ്ടാകും എന്ന് അലഹാൻഡ്രോ അവരോടായി പറഞ്ഞുകൊണ്ടുപോയി. അലഹാൻഡ്രോ പിന്നാലെ തന്റെ കൊളീഗ്സിന്റെ അടുത്ത് ചെന്നു. ഇന്ന് നടന്ന താനാകെ ചമ്മി നാണം കിട്ട സംഭവത്തെപ്പറ്റി അവരോട് വിശദമായി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് സോഫിയക്കാകട്ടെ ബോസിൽ നിന്ന് കോൾ വരികയായിരുന്നു. ആദവുമായുള്ള ഇഷ്യൂസ് പുറത്തു പോകരുതെന്നും സോഷ്യൽ മീഡിയയിലടക്കം ഒന്നും പോസ്റ്റ് ചെയ്യരുത് എന്നും അവർ സോഫിയോട് നിർദ്ദേശിച്ചു. അത് സിനിമയെ ബാധിക്കും എന്നും പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിരുന്നു. സോഫിക്കാകട്ടെ അങ്ങനെ ഒരു നുണകവചം കൊണ്ട് ജീവിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനൊന്നും പറ്റില്ലെന്ന് അവൾ പറഞ്ഞതും ബോസായ മാർഗരറ്റ് ഒരു കാര്യം പറഞ്ഞു. ഇതിനു മുമ്പും പല ഫിലിം കപ്പിൾസും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ ഈ വിവരം പുറത്തു വന്നതിൽ പിന്നെ അവരുടെ കരിയറൊക്കെ നശിച്ചുപോയി. ജനങ്ങൾക്ക് പെട്ടെന്ന് ആഘാതം കൊടുക്കുന്നത് അത്ര നന്നാകില്ല. സോഫി അതോടെ ഒന്നടങ്ങുകയാണ്. സോഫിക്ക് അന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. രാത്രി വൈകുവോളം ഷൂട്ടിംഗ് സൈറ്റിൽ സോഫി സമയം ചെലവഴിച്ചു. കുറച്ചു വൈകിട്ടായിരുന്നു ഹോട്ടലിലേക്ക് സോഫി തിരികെ എത്തുന്നത്. നന്നായി വിശക്കുന്നുണ്ട്. അലഹാൻഡ്രോയെ കണ്ട സോഫി തനിക്ക് കഴിക്കാൻ വേണം എന്നാവശ്യപ്പെട്ടു. അലഹാൻഡ്രോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ മെനു കൊടുത്തു. കിച്ചൺ ക്ലോസ്ഡ് ആണെന്നും ലിമിറ്റഡ് ആയ വസ്തുക്കളെ ഇനി കിട്ടുകയുള്ളൂ എന്നും അവൻ പറഞ്ഞു. സോഫിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സോഫി പോയെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതായതോടെ ഹോട്ടൽ കിച്ചണിലേക്ക് അവൾ എത്തി. ഓരോന്ന് നോക്കാൻ തുടങ്ങി. ഈ സമയമാണെങ്കിൽ അലഹാൻഡ്രോ അവിടെ ഉണ്ടായിരുന്നു. സോഫി ചെറുതായൊന്ന് ചമ്മിയിരുന്നു. സോഫി അലഹാൻഡ്രോയോട് തനിക്ക് വിശക്കുന്ന കാര്യവും തനിക്ക് കുക്ക് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല എന്ന കാര്യവും പറഞ്ഞു.
അലഹാൻഡ്രോ സോഫിയെ സഹായിക്കാമെന്നേറ്റു. അവൾക്കായി നല്ലൊരു വിഭവം അവൻ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന അലഹാൻഡ്രോയുടെ ആ സ്വഭാവവും ആ സർവീസുമൊക്കെ സോഫിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ അവർക്കിടയിലെ ഐസ് ബ്രേക്ക് സംഭവിച്ചു. എഫോർട്ട്ലെസ് ആയി അവരൊരുപാട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സംസാരത്തിനിടയിൽ സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങാനുള്ള തന്റെ സ്വപ്നത്തെപ്പറ്റിയും സോഫിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ മികച്ച സർവീസ് എല്ലാ ഗസ്റ്റുകൾക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള തന്റെ താല്പര്യത്തെപ്പറ്റിയും അലഹാൻഡ്രോ വിശദമാക്കി. പിന്നാലെ തന്റെ മുത്തശ്ശി ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റും അലഹാൻഡ്രോ സോഫിക്ക് കഴിക്കാൻ കൊടുത്തു. സോഫിക്ക് ആ ചോക്ലേറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അത്രമേൽ രുചിയുള്ള ആ ചോക്ലേറ്റ് ഉണ്ടാക്കിയ അലഹാൻഡ്രോയുടെ മുത്തശ്ശിയെ തനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്നുവരെ സോഫി അപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്. ഇതേസമയം സോഫിയുടെ ഭംഗിയിലും അവളുടെ ചിരിയിലുമൊക്കെ അലഹാൻഡ്രോയും ഏറെ ആകൃഷ്ടനായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം ഹോട്ടലിന്റെ പുറത്തുള്ള പാലത്തിൽ വെച്ച് സോഫിയും അലഹാൻഡ്രോയും വീണ്ടും കണ്ടുമുട്ടി. സംസാരിക്കുമ്പോൾ അവിടെ ചുറ്റുവട്ടത്തുള്ള കാണാനുള്ള മികച്ച ലൊക്കേഷനുകളിലേക്ക് സോഫിയെ താൻ കൊണ്ടുപോകാം എന്ന് അലഹാൻഡ്രോ പറഞ്ഞു. പക്ഷേ സോഫിക്ക് മറ്റു ചില പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ ഒപ്പം അവിടുത്തെ ലോക്കൽ എന്റർടൈൻമെന്റ് ക്ലബിൽ പോവാൻ അലഹാൻഡ്രോ വരുമോ എന്ന് അവൾ ചോദിച്ചു. അവിടെ നമുക്കൊന്നിച്ച് ഡാൻസ് ചെയ്യാലോ എന്നും സോഫി പറയുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഡീല് ചെയ്യുന്ന പ്ലേ ബോയ് ആയിട്ടുള്ള അലഹാൻഡ്രോയ്ക്ക് പക്ഷേ സോഫി അങ്ങനെ വെൽക്കം ചെയ്തപ്പോ പെട്ടെന്ന് വിചിത്രമായൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ പറഞ്ഞു തീരുമാനിച്ച പ്രകാരം അവരിരുവരും അവിടുത്തെ ലോക്കൽ റെസ്റ്റോറന്റിലെത്തി. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു. അലഹാൻഡ്രോ തന്നെ ഒന്ന് ഡാൻസിന് ക്ഷണിച്ചെങ്കിൽ എന്ന് സോഫി മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അലഹാൻഡ്രോ ഡാൻസിനായി തന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി. അവരൊന്നിച്ച് ഡാൻസ് ഫ്ലോറിലേക്ക് കയറി അവിടെ ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. സന്തോഷം അവർക്കിടയിൽ അലയടിച്ചിരുന്നു. പൊട്ടിച്ചിരികൾ ഉയർന്നു കേട്ടിരുന്നു. സോഫി അലഹാൻഡ്രോയ്ക്ക് നന്ദി പറഞ്ഞു. നാളുകൾക്ക് ശേഷമാണ് താനിങ്ങനെ വളരെയധികം സ്വാതന്ത്ര്യത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൾ വ്യക്തമാക്കി. അന്ന് ഡാൻസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് സോഫി അലഹാൻഡ്രോയ്ക്ക് ഒരു കിസ് കൊടുത്തു. അലഹാൻഡ്രോയിൽ അത് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടാക്കിയിരുന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങൾ അലഹാൻഡ്രോയ്ക്ക് വല്ലാത്തൊരു കോരിത്തെരിപ്പായിരുന്നു ഉണ്ടാക്കിയത്. പിറ്റേന്ന് തന്റെ സുഹൃത്ത് ടാച്ചിയോട് നടന്ന കാര്യങ്ങളൊക്കെ അവൻ വിശദീകരിച്ചു. ഇതേസമയം മറുവശത്ത് സോഫിയാകട്ടെ തന്റെ അസിസ്റ്റന്റ് റേച്ചലിനോട് തന്റെ ഉള്ളിൽ അലഹാൻഡ്രോയോട് വളരുന്ന സ്നേഹത്തെപ്പറ്റി വാചാലയായി. പിന്നാലെയാണ് ആ കാര്യം നടന്നത്. സോഫി ബ്രിഡ്ജിൽ നിൽക്കുമ്പോ ആദം അങ്ങോട്ടേക്ക് ചെന്നു. തന്റെ വിശ്വാസവഞ്ചനയ്ക്ക് സോഫിയോട് ക്ഷമ ചോദിച്ച് വീണ്ടും സോഫിയുമായി ഒന്നുചേരാൻ അയാൾ ശ്രമിച്ചു നോക്കിയെങ്കിലും സോഫി അയാളുമായി ഒന്നിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ കാട്ടിയത് വലിയ വിശ്വാസവഞ്ചന തന്നെയാണ്, ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. അന്ന് രാത്രിയിൽ അലഹാൻഡ്രോ സോഫിക്ക് കോൾ ചെയ്തു. സംസാരിക്കുന്നതിനിടയിൽ അവിടുത്തെ പൂളിൽ ഒന്നിച്ച് കുളിച്ചാലോ എന്നവൻ ചോദിച്ചു. സോഫിക്കും സന്തോഷമായിരുന്നു. സോഫി അങ്ങനെ അലഹാൻഡ്രോയ്ക്കൊപ്പം കുളിക്കുവാൻ നേരെ പൂളിലേക്ക് ചെന്നു. അവരങ്ങനെ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കെ ഹോട്ടൽ സ്റ്റാഫ് ആ വഴി വന്നു. അലഹാൻഡ്രോയ്ക്ക് ശ്വാസം പിടിച്ച് കുറച്ചുനേരം അവിടെ മുങ്ങിക്കിടക്കേണ്ടി വന്നു. ഹോട്ടൽ സ്റ്റാഫ് പോയപ്പോ അവൻ പൊന്തി വന്നു. അതൊക്കെ അവർക്കിടയിൽ സന്തോഷവും രസകരമായ നിമിഷങ്ങളും നിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ആ മിഡ് നൈറ്റ് മീറ്റിംഗ്സ് പതിവായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സോഫിയുടെ റൂമിൽ അലഹാൻഡ്രോയും സോഫിയും നിന്ന് അടുത്ത ദിവസത്തെ സോഫിയുടെ ഷൂട്ടിംഗ് ലൈനുകൾ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഡോറിൽ മുട്ടുകേട്ടത്. അലഹാൻഡ്രോ ഉടനടി ബാൽക്കണിയിലേക്ക് കടന്നു മറഞ്ഞു നിന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്നതാകട്ടെ ഹോട്ടൽ മാനേജർ ഈവായിരുന്നു. തങ്ങളുടെ വിശിഷ്ടാതിഥിക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് എത്തിയതായിരുന്നു അവർ. മറഞ്ഞു നിന്ന അലഹാൻഡ്രോയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അലഹാൻഡ്രോയുടെ വോക്കി ടോക്കി ഒന്ന് ശബ്ദമുണ്ടാക്കുക പോലും ചെയ്തു. പെട്ടെന്ന് അലഹാൻഡ്രോയ്ക്ക് അത് സൈലന്റ് ആക്കാൻ പറ്റിയതുകൊണ്ട് പിടിക്കപ്പെടാതെ അവൻ രക്ഷപ്പെട്ടു. ഈവന്ന് സോഫിയയും ആദത്തിനെയും പറ്റി പുകഴ്ത്തിയൊക്കെ കുറെ സംസാരിച്ചിരുന്നു. അലഹാൻഡ്രോ അത് കേൾക്കുകയും ചെയ്തു. ഈവ പോയി കഴിഞ്ഞപ്പോ അലഹാൻഡ്രോയ്ക്കടുത്ത് സോഫി മനസ്സ് തുറന്നു. ആദവുമായി നടന്ന പ്രശ്നങ്ങളും ആദത്തിനൊപ്പം താനിനി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ, റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല എന്നും അവൾ അറിയിച്ചു. വിവാഹം കഴിക്കാത്തതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നും അവൾ കൂട്ടിച്ചേർത്തിരുന്നു. ഇപ്പോൾ എല്ലാവരും കാണുന്ന ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കരിയറിനും സിനിമയ്ക്കും വേണ്ടിയുള്ള വെറും അഭിനയം മാത്രമാണ് എന്നും അവൾ അലഹാൻഡ്രോയോട് വിശദമാക്കി. ആ മൂടൊന്നു മാറ്റാനും ഒക്കെ അടിപൊളിയാക്കാനും അവരൊന്നിച്ചൊരു സിനിമ കാണാൻ തീരുമാനിച്ചു. പിന്നാലെ അവരിരുന്ന് സിനിമ കണ്ടു. സിനിമയ്ക്കിടയിൽ അലഹാൻഡ്രോ സോഫി ഒന്ന് ചുംബിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പെട്ടെന്ന് അലഹാൻഡ്രോയുടെ വോക്കി ടോക്കി ശബ്ദിച്ചത്. സോഫി അസ്വസ്ഥയായിരുന്നു. അലഹാൻഡ്രോ അത് അറ്റൻഡ് ചെയ്തു. പിന്നാലെ സോഫി പറഞ്ഞു, ഇവിടൊക്കെ എപ്പോഴും ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും പോകണം. അധികം വൈകാതെ അലഹാൻഡ്രോ ഒരു
ദിവസം ലീവ് എടുത്തു. ആരും കാണാതെ സോഫിയയും കൂട്ടിക്കൊണ്ട് ഒറ്റപ്പെട്ട ഒരിടത്തേക്ക്, അലഹാൻഡ്രോയ്ക്ക് അറിയാവുന്ന ഒരിടത്തേക്ക് അവർ യാത്ര തിരിച്ചു. റേച്ചലിനോട് പോലും താൻ എവിടെ പോകുന്നു എന്ന് സോഫി പറഞ്ഞിരുന്നില്ല. സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു അത്. അവർ എത്തിച്ചേർന്നതാകട്ടെ ഒറ്റപ്പെട്ട ഒരു ബീച്ചിലേക്കും. അവിടെ ഫോണിന് പോലും സിഗ്നൽ ഉണ്ടായിരുന്നില്ല. സോഫിക്കും ആ പ്രദേശം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരവിടെ സമയം ചെലവഴിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം മറുവശത്ത് സോഫിയെ കാണുന്നില്ല എന്ന കാര്യം പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. റേച്ചലിന് പ്രൊഡക്ഷനിൽ നിന്ന് ഒരു കോൾ വന്നു. സോഫിക്കെന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. റേച്ചൽ സോഫിയെ വിളിക്കാൻ നോക്കിയെങ്കിലും കോള് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അവൾ ഒരു വോയിസ് മെയിൽ അയച്ചു. പക്ഷേ റേഞ്ച് ഒന്നും ഇല്ലാത്ത, സെലിബ്രിറ്റി ഭാരമില്ലാത്ത ഒരിടത്ത് സോഫി സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയാണ്. എന്ന ആ സമയം റേച്ചൽ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. ബീച്ചിലുള്ള അലഹാൻഡ്രോ ആകട്ടെ സോഫിക്ക് സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ശേഷം അവർ സംസാരിച്ചു. ആ സമയം അലഹാൻഡ്രോയുടെ ഹോട്ടൽ തുറക്കാനുള്ള താല്പര്യത്തെപ്പറ്റി അവർക്കിടയിലേക്ക് സംസാരം വന്നു. അലഹാൻഡ്രോയ്ക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. താൻ അങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ തന്റെ ഹോട്ടലിൽ ആളുകൾ താമസിക്കുമോ, താൻ പരാജയപ്പെട്ടു പോകുമോ? അവൻ വലിയ ഭീതിയിലായിരുന്നു. പക്ഷേ സോഫി പറഞ്ഞു, ഒരിക്കലെങ്കിലും ശ്രമിച്ചു നോക്കാതെ ഇതൊക്കെ എങ്ങനെ മനസ്സിലാകും? ആദ്യം ശ്രമിച്ചു നോക്ക്, എന്നാലല്ലേ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റൂ. പേടിച്ചിരുന്നാൽ ഒന്നും തന്നെ നടക്കില്ല. അത് അലഹാൻഡ്രോയ്ക്ക് ചെറിയൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, ഒപ്പം ധൈര്യവും. ഇതേസമയം മറുവശത്ത് ഹോട്ടലിലാകട്ടെ സോഫിയെ കാണാതെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങി. മാനേജേഴ്സും പ്രൊഡക്ഷൻ സംഘവും എത്തി. സോഫിയെ കാണാതെ പാനിക്കായി. പോലീസിൽ വരെ സോഫിയെ കാണാനില്ല എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. ഇതേസമയം ബീച്ചിൽ അലഹാൻഡ്രോയും സോഫിയും രാത്രി ആയതോടെ ഒരു ബോൺഫയർ ഒക്കെ ഇട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി. സോഫി തന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. കാര്യം സെലിബ്രിറ്റിയും സ്റ്റാറും ഒക്കെയാണ്. പക്ഷേ ഇതിൽ ജനങ്ങൾക്ക് മുമ്പിലും ജീവിതത്തിലും ഞാൻ രണ്ട് വ്യക്തിത്വമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ എനിക്ക് അഭിനയിക്കേണ്ടി വരുന്നു. ഞാനായി എനിക്ക് ജീവിക്കാനേ സാധിക്കുന്നില്ല. അലഹാൻഡ്രോ അവളെ സമാധാനിപ്പിച്ചു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് നിന്റെ യാഥാർത്ഥ്യം കണ്ടിട്ടാണെന്നും നിന്റെ ഫെയിം ഒന്നും കണ്ടിട്ടല്ല എന്നും അലഹാൻഡ്രോ പറഞ്ഞു. യഥാർത്ഥ സ്വഭാവത്തിൽ നീ നല്ലൊരു സ്ത്രീയാണ് എന്നും അലഹാൻഡ്രോ കൂട്ടിച്ചേർത്തു. ആ ഒരു നിമിഷം അവർക്കിടയിലെ അടുപ്പം വർദ്ധിപ്പിച്ചു. അവർ തമ്മിൽ ഒരു ചുംബനം സംഭവിച്ചു. അന്ന് രാത്രി അവർ ഒന്നിച്ചായിരുന്നു ചിലവഴിച്ചത്. പിറ്റേന്ന് ഞെട്ടലോടെയാണ് സോഫി എഴുന്നേറ്റത്. അന്ന് രാത്രി അവിടെ അങ്ങനെ കഴിഞ്ഞുപോയല്ലോ. ഹോട്ടലിൽ എല്ലാവരും തന്നെ തിരക്കുന്നുണ്ടാകും, ആകെ പ്രശ്നമായിട്ടുണ്ടാകും എന്ന് സോഫി ചിന്തിച്ചു. തിരികെയുള്ള യാത്രയിൽ സോഫി പാനിക്കായി കാണപ്പെട്ടിരുന്നു. ഒന്നും ചിന്തിക്കാതെ അങ്ങനൊരു ട്രിപ്പിന് പോയത് അബദ്ധമായി എന്നവൾ സ്വയം കുറ്റപ്പെടുത്താനും അലഹാൻഡ്രോയെ അടക്കം കുറ്റപ്പെടുത്തി പറയാനും തുടങ്ങിയിരുന്നു. തിരികെ അവൾ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ അവളുടെ മാനേജർ അവളോട് വലിയ തോതിൽ ദേഷ്യത്തോടെ പെരുമാറി. തലേ ദിവസമുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അവൾ നഷ്ടപ്പെടുത്തിയതും ഹോളിവുഡ് ഫിലിമിലേക്കുള്ള ചാൻസ് നഷ്ടപ്പെടുത്തിയതുമൊക്കെ എണ്ണിപ്പറഞ്ഞ് അയാൾ രോഷം കൊണ്ടുകൊണ്ടേയിരുന്നു. തന്റെ തെറ്റ് അംഗീകരിച്ച് ആത്മാർത്ഥമായി സോഫി അയാളോട് ക്ഷമ പറഞ്ഞു. അതോടെ അയാൾ ഒന്ന് അടങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അയാൾ പോയതിന് പിന്നാലെ സോഫിയും കൂടിയിരുന്ന് റേച്ചലും പൊട്ടിച്ചിരിച്ചു. സോഫി അങ്ങനെ ഹോളിവുഡ് അവസരം നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ മീറ്റ് ചെയ്യാതിരുന്നതോ ഒന്നും വിഷയമായി റേച്ചലിന് തോന്നിയിരുന്നേയില്ല. എല്ലാത്തിലും ഉപരിയായി സോഫിയുടെ സന്തോഷമായിരുന്നു റേച്ചലിനെ സംബന്ധിച്ച് പ്രധാനമായത്. സോഫിക്കും ഏറെക്കുറെ അത് അങ്ങനെ തന്നെ ആയിരുന്നു. അടുത്ത ദിവസം അവർ ബീച്ചിൽ വെച്ച് കണ്ടു. ഒരുപാട് സംസാരിച്ചു. സോഫി അന്നത്തെ ആ പാനിക്കിംഗ് സിറ്റുവേഷനിൽ അലഹാൻഡ്രോയോട് ദേഷ്യപ്പെട്ടതിനൊക്കെ ക്ഷമ ചോദിച്ചു. പിന്നാലെ ആദമുമായുള്ള റിലേഷൻഷിപ്പ് അഭിനയമടക്കം എല്ലാം താൻ വിടുകയാണെന്നും നമ്മുടെ ഈ സ്നേഹം ഇനിയും രഹസ്യമാക്കി വെക്കേണ്ടതില്ല എന്നും അവൾ പറഞ്ഞു. താൻ അലഹാൻഡ്രോയെ തിരഞ്ഞെടുത്തതായും സോഫി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ അലഹാൻഡ്രോയ്ക്ക് ഒരു മടിയുണ്ടായിരുന്നു. തന്റെ ഫ്യൂച്ചർ എന്താകും എന്ന് അവൻ ഭയന്നു. സോഫിയെ പോലെ താൻ അത്രമേൽ സമ്പന്നനോ പ്രശസ്തനോ ഒന്നുമല്ലല്ലോ. പക്ഷേ താൻ അതൊന്നും കാര്യമാക്കുന്നില്ലെന്നും അലഹാൻഡ്രോ പേടിക്കണ്ട എന്നും സോഫി പറഞ്ഞു. സോഫിക്ക് ആകെ വേണ്ടത് അലഹാൻഡ്രോ തന്റെ കൂടെ ഉണ്ടാവുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ അലഹാൻഡ്രോയ്ക്കൊപ്പം സോഫി മെക്സിക്കോയിലെത്തി. അവിടെ എത്തിയപ്പോൾ സോഫിയെ തിരിച്ചറിഞ്ഞ വളരെ വലിയ സംഘം ഫാൻസ് അവളുടെ ചുറ്റും കൂടിയിരുന്നു. അങ്ങനെ അവർ അലഹാൻഡ്രോയുടെ ഫാമിലി ഹോമിലെത്തി. അവിടെ അവൾ സുസ്വാഗതം ചെയ്യപ്പെട്ടു. അലഹാൻഡ്രോയുടെ അമ്മ അവനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്ന്, നീ എന്താ ഒരു പെൺകുട്ടിയുമായി വരുന്ന കാര്യം മുൻകൂട്ടി പറയാതിരുന്നത് എന്ന് അവനോട് ചോദിച്ചു. ഇതേ സമയം മറുവശത്ത് സോഫി ആകട്ടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശിയുടെ ചോക്ലേറ്റ് തിന്ന കാര്യമൊക്കെ പറയുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞുപോയി. അങ്ങോട്ടേക്ക് അലഹാൻഡ്രോയുടെ അച്ഛൻ കടന്നു വന്നു. അയാൾ പുതുതായി വിവാഹം കഴിക്കാൻ പോകുന്ന ലേഡിയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. സോഫി ഒരു ഫേമസ് ആക്ട്രസ് ആണ് എന്ന കാര്യം അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. വാഷ്റൂമിൽ പോയ സോഫി ആകട്ടെ റേച്ചലിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അലഹാൻഡ്രോയ്ക്കൊപ്പം താൻ ഒരുപാട് സന്തോഷത്തിലാണെന്നും താൻ അവനുമായി യഥാർത്ഥത്തിൽ പൂർണ്ണമായി പ്രണയത്തിലായി എന്നും അവൾ പറഞ്ഞു. റേച്ചൽ അത് കേട്ട് സന്തോഷിച്ചിരുന്നു. പിന്നാലെ ഒരു ദുഃഖവാർത്ത റേച്ചൽ അവളെ അറിയിച്ചു. അവൾക്ക് ഹോളിവുഡ് ഫിലിമിൽ അഭിനയിക്കാനുള്ള അവസരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നായിരുന്നു അത്. പക്ഷെ സോഫിക്കാകട്ടെ അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. ഇതേ സമയം ലിവിംഗ് റൂമിൽ അലഹാൻഡ്രോയുടെ അച്ഛൻ തന്റെ സംശയങ്ങളടക്കം വെച്ച് സംസാരിക്കുകയായിരുന്നു.
സോഫി അതിസമ്പന്നയും ആക്ട്രസുമൊക്കെയാണ്. അലഹാൻഡ്രോ ആകട്ടെ ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരൻ, വലിയ ശമ്പളമൊന്നുമില്ലാത്തവൻ. എങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലായി? ഇതത്ര ശരിയായി തോന്നുന്നില്ലല്ലോ. അച്ഛന്റെ ആ സംസാരം അലഹാൻഡ്രോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അലഹാൻഡ്രോ ദേഷ്യത്തിൽ, ഇല്ല, സോഫി ഒരു സാധാരണ ടൂറിസ്റ്റ് മാത്രമാ, ഞങ്ങൾ റിലേഷനിലല്ല എന്ന് അച്ഛനോടങ്ങ് പറഞ്ഞു. അത് കേട്ടോണ്ടായിരുന്നു സോഫി വന്നത്. അവൾക്കക വല്ലായ്മ തോന്നി. അലഹാൻഡ്രോയും തന്നെ ചതിക്കുകയാണോ എന്ന് അവൾ ചിന്തിച്ചു. സോഫി ദേഷ്യത്തിലായിരുന്നു. എല്ലാവർക്കും മുമ്പിൽ തന്നെ വെറും ഒരു ടൂറിസ്റ്റായി അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെ പറഞ്ഞത് സോഫിക്ക് തീരെ സഹിച്ചിരുന്നില്ല. താൻ ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് വരാതിരുന്നതായിരുന്നു നല്ലത് എന്നുവരെ സോഫി ദേഷ്യത്തിൽ അലഹാൻഡ്രോയോട് പറയുന്നുണ്ട്. അലഹാൻഡ്രോ സോഫിയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സോഫി ഒന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ആണുങ്ങളും കണക്കാണെന്നും നീയും ആദത്തെ പോലെയാണ് എന്നും സോഫി പറഞ്ഞു. അത് അലഹാൻഡ്രോയ്ക്കും വലിയ ദേഷ്യം ജനിപ്പിച്ചിരുന്നു. അലഹാൻഡ്രോയും ആദമുമായുള്ള അവളുടെ ബന്ധത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി. കൂട്ടത്തിൽ തന്നെ സ്വയം പ്രതിരോധിക്കാനും ശ്രമിച്ചു. അതോടെ അവർക്കിടയിൽ വലിയ അകലം തന്നെ രൂപപ്പെട്ടു. എന്തായാലും അന്ന് അലഹാൻഡ്രോയുടെ കുടുംബത്തിനൊപ്പം ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു സോഫി മടങ്ങിയത്. വൈകാതെ അവരുടെ ആ റിലേഷൻഷിപ്പിന്റെ വാർത്ത പത്രമാധ്യമങ്ങളിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. വിവരം ഈവിന്റെ അടുത്തും എത്തി. മാനേജർ ഈവ് അലഹാൻഡ്രോയെ വിളിപ്പിച്ചു. അലഹാൻഡ്രോ ചെയ്തത് കമ്പനി പോളിസിക്ക് എതിരാണെന്നും ഗസ്റ്റുമായി ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അത്ര നല്ലതല്ല എന്ന തരത്തിലും സംസാരിച്ച ഈവ് അലഹാൻഡ്രോയുടെ ജോലി വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന തരത്തിൽ പറഞ്ഞു. ഉടനടി അലഹാൻഡ്രോ ആകട്ടെ തങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ അവസാനിച്ചെന്നും പ്രശ്നങ്ങൾ ഉണ്ടായെന്നുമൊക്കെ ഈവിനോട് പറയുകയാണ്. ഈവിനത് ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രശ്നമുണ്ടായപ്പോഴേക്കും സ്വന്തം പെണ്ണിനെ വിട്ടുകളയുന്ന താനൊക്കെ ഒരു മനുഷ്യനാണോ എന്ന മട്ടിൽ ഈവ് അലഹാൻഡ്രോയോട് ദേഷ്യപ്പെട്ടു. സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഫൈറ്റ് ചെയ്യണ്ടേ എന്ന് അവർ ചോദിച്ചു. ഇതേ കാര്യമായിരുന്നു സുഹൃത്തായ ടാച്ചിയും മറ്റും അലഹാൻഡ്രോയോട് പറഞ്ഞതും. സോഫിയോട് ക്ഷമ ചോദിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർ അവനോട് ആവശ്യപ്പെട്ടു. അലഹാൻഡ്രോയ്ക്ക് അപ്പോഴും സോഫിയെ ഇഷ്ടമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആദ്യമൊക്കെ അലഹാൻഡ്രോ മടിച്ചിരുന്നു. പക്ഷേ ടാച്ചിയും മറ്റും അതിനെ നിർബന്ധിച്ചതോടെ അലഹാൻഡ്രോ തയ്യാറാവുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് അലഹാൻഡ്രോ ചെന്നു. അവിടുത്തെ റേച്ചലിനെ കണ്ടു. റേച്ചലിന് ആകെ അറിയേണ്ടത് അലഹാൻഡ്രോ യാഥാർത്ഥ്യത്തിൽ സത്യസന്ധമായി സോഫിയെ പ്രണയിക്കുന്നുണ്ടോ എന്നായിരുന്നു. താൻ പ്രണയിക്കുന്നുണ്ട് എന്നവൻ ആത്മാർത്ഥമായി പറഞ്ഞു. അത് കേട്ടതും റേച്ചൽ അലഹാൻഡ്രോയ്ക്ക് സോഫിയുടെ കാരവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ടേക്ക് അവൻ ചെല്ലുകയാണ്. പക്ഷേ മേക്കപ്പ് റൂമിലേക്കായിരുന്നു അലഹാൻഡ്രോ എത്തിച്ചേർന്നത്. അവിടെ സോഫിക്ക് പകരം ആദമായിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നതും. അലഹാൻഡ്രോയെ ആദം കണ്ടു. അതിനോടകം വിവരങ്ങൾ അറിഞ്ഞിരുന്ന ആദം അലഹാൻഡ്രോയ്ക്കടുത്ത് സോഫിയോടുള്ള നിന്റെ വികാരങ്ങൾ, ഫീലിംഗ്സ് അത് സത്യമാണോ എന്ന് ചോദിച്ചു. അതേയെന്ന് അവൻ മറുപടി പറഞ്ഞതും അതിന് സപ്പോർട്ട് ചെയ്യാൻ താൻ ഉണ്ടാകുമെന്നും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്നും ആദം പറയുകയാണ്. പിന്നാലെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനകത്തേക്ക് ആദത്തിന്റെ ഫിലിം കോസ്റ്റ്യൂമും ധരിച്ച് അലഹാൻഡ്രോ കയറി ചെന്നു. അഭിനയത്തിൽ എന്ന പോലെ സോഫിയോട് സംസാരിക്കുകയും ക്ഷമാപണം നടത്തുകയും തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. അലഹാൻഡ്രോയുടെ ആ ധൈര്യവും തുറന്നു പറച്ചിലുമെല്ലാം പ്രൊഡക്ഷൻ ടീമിലെ ആളുകൾ ഏറെ അതിശയത്തോടെയായിരുന്നു കേട്ടത്. പക്ഷെ ഒക്കെ കേട്ടിട്ടും സോഫി അവനെ റിജക്ട് ചെയ്തു. മെക്സിക്കോയിൽ വെച്ച് അവൾക്കുണ്ടായ ആ വേദന അവളിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. അലഹാൻഡ്രോയ്ക്ക് റിജക്ഷനാണ് നേരിടേണ്ടി വന്നതെങ്കിലും അവിടുത്തെ പ്രൊഡക്ഷൻ ടീം അലഹാൻഡ്രോയുടെ ധൈര്യത്തെ തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സിനെ അഭിനന്ദിച്ചു. ഏറെ ദുഃഖത്തോടായിരുന്നു അലഹാൻഡ്രോ അന്ന് തന്റെ റൂമിലേക്ക് തിരികെ എത്തിയത്. അവൻ അവിടെ നിന്നും ഒക്കെ പാക്ക് ചെയ്ത് അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് പോവാൻ തീരുമാനിച്ചിരുന്നു. പുതുതായി ഒരു ജീവിതം തുടങ്ങുവാൻ, സോഫിയെ മറന്നു കളയുവാൻ. അങ്ങനെ ഒക്കെ പാക്ക് ചെയ്ത് തയ്യാറായി അവൻ ഇറങ്ങാൻ നേരം ഡോറ് തുറന്നപ്പോൾ മുമ്പിലതാ സോഫി നിൽക്കുന്നു. നീ ശരിക്കും ഇവിടം വിട്ട് പോവുകയാണോ എന്നത് കണ്ടതും സോഫി ചോദിച്ചു. അലഹാൻഡ്രോ പറഞ്ഞു, ഞാൻ മിക്കുവേലിലേക്ക് പോവുകയാണ്. എന്റെ പുതിയ ഹോട്ടൽ അവിടെ തുടങ്ങുവാൻ വേണ്ടി. എന്റെ സ്വപ്നമായിരുന്നല്ലോ അത്. അത് കേട്ട് സോഫി പുഞ്ചിരിച്ചു. തന്റെ ഉപദേശം കൊണ്ട് അലഹാൻഡ്രോ അത് അംഗീകരിച്ച് സ്വന്തമായി ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചല്ലോ എന്നത് അവളെ സന്തോഷിപ്പിച്ചിരുന്നു. എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അലഹാൻഡ്രോ ചോദിച്ചു. സോഫി അവനോട് താൻ ക്ഷമിച്ചെന്നും അവനെ താൻ പ്രണയിക്കുന്നു എന്ന കാര്യവും അവനോടായി പറഞ്ഞു. ആ ഒരു നിമിഷത്തിൽ അവർക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണയും വേദനകളും എല്ലാം ഇല്ലാതാക്കപ്പെടുകയായിരുന്നു. അവരിരുവരും ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.